സാറേ, ഇവിടെ ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരുമോ? ആ റൈറ്റ് കട്ട് ചെയ്ത് കയറിയിട്ട് ആ ഇറക്കം ഇറങ്ങി വന്നാൽ മതി. സാറേ, ഇതാണ് പറഞ്ഞ വീട്. ഈ പട്ടിക്കാട് ഏരിയയിലാണോടോ വീട്? സാറിന് കുറച്ച് ദിവസം മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീട് സെറ്റാക്കി തന്നത്. ഇനി കുറച്ച് ദിവസത്തേക്ക് മതി, കുഴപ്പമില്ല, ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വണ്ടി കുപ്പി ഇരിപ്പുണ്ട്, ഒന്ന് ഇരുന്നിട്ടൊക്കെ പോണോ? വാ. ഇല്ല സാറേ, ഞാൻ വരുന്നില്ല, ശരിയാവത്തില്ല, അതാണ്. കീയ ഞാൻ പോട്ടെ സാറേ, എങ്കിൽ പിന്നെ ശരി. എന്നാ പിന്നെ ശരിയോടോ. ഈ വീട്ടിൽ ഒരുപാട് ഫോട്ടോസും ഫ്രിഡ്ജും ടിവി ഒക്കെ ഉണ്ടല്ലോടോ. ഇതൊക്കെ ആരേതാ? അത് മുമ്പ് അവിടെ താമസിച്ച ആൾക്കാരെ സാധനങ്ങളാ സാറേ. അത് കുഴപ്പമില്ല, സാറ് യൂസ് ചെയ്തോ. അതൊക്കെ അഡീഷണൽ പൈസ ഞാൻ തരത്തില്ല കേട്ടാ. ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല സാറേ, സാറ് യൂസ് ചെയ്തോ. അല്ല സാറേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. എന്ത് പറ്റി? ഹലോ പച്ച. ഹലോ, എവിടാ? ജോലിയില്. എന്തോ പരിപാടി? ഞാൻ അവിടെ ഒറ്റയ്ക്ക് കുടിച്ചോണ്ടിരിക്കുന്നു. പിന്നെ നിനക്കെപ്പോഴും കൂടിയാണല്ലേ. പോസ്റ്റ് ആണ്ട്രാ ഈ വീട്ടില്, ഒറ്റയ്ക്കേ ഉള്ളു. ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിലും നീ കുടിക്കുമല്ലേ, പിന്നെ അത് വിട് അളിയാ. പിന്നെ ഞാൻ ജോലി ചെയ്ത് തിരക്കില്ല, നാളെ രാവിലെ വിളി നീ. ആടാ ശരി, എങ്കിൽ പിന്നെ വിളിക്കാം. കറണ്ടും പോയാ? ആരത്? ആര്? ഹലോ, ഈ വീട്ടിലുള്ളവരെന്ത് താമസം മാറി പോയത്? പറ, കേക്കാവോ? എന്താ ഇവിടെ ഉള്ളവർ താമസം മാറി പോയത്? സാർ അവിടെ വെച്ചേക്കുന്ന ഫോട്ടോസ് കണ്ടില്ലേ? അവരെല്ലാരും കൂടെ ചേർന്ന് അവിടെ ഉള്ള ഒരു അമ്മൂമ്മയെ കൊന്നു. ആ അമ്മൂമ്മയുടെ ആത്മാവ് ഇപ്പോഴും ആ വീട്ടിൽ ഉണ്ടെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. സാറും വിളിച്ചിപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ വീട്ടിൽ എന്തോ ഉണ്ട് സാറേ. രക്ഷോടാ നോക്ക് അവിടുന്ന്.
സ്വപ്നം വരുന്ന